നമസ്കാരം. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് ഫെബ്രുവരി മാസം 1-ന് അവതരിപ്പിക്കും. പാർലമെൻ്ററി കാര്യ ക്യാബിനറ്റ് സമിതി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേരുകയും ഈ സമിതിയാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ബഡ്ജറ്റ് സമ്മേളനത്തിനുള്ള കലണ്ടർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ജനുവരി മാസം 28-നാണ് പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുക. അതായത് 29-ന് സാമ്പത്തിക സർവേ അവതരിപ്പിക്കും, ഫെബ്രുവരി 1-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കും. പാർലമെൻറ്റ് സമ്മേളനം ബഡ്ജറ്റ് സമ്മേളനം രണ്ട് ഭാഗങ്ങളായിട്ടാണ് നടക്കുക. ജനുവരി 28 മുതൽ 13 വരെ, ഫെബ്രുവരി 13 വരെ ഒന്നാം ഭാഗവും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെ രണ്ടാം ഭാഗവും, അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് സമ്മേളനം നടത്തുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രത്യേകതകളുണ്ട്. ഇതിലൊന്നാമത്തേത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ റെക്കോർഡ് സംബന്ധിച്ച് തന്നെയാണ്. തുടർച്ചയായി 9-ാമത്തെ തവണയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മന്ത്രി എന്ന ഒരു റെക്കോർഡ് അവർ സ്വന്തമാക്കുകയാണ്. മാത്രമല്ല, ഈ 2019-ലാണ് പൂർണ്ണ സമയ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ വരുന്നത്. അതായത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പണ്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരു പൂർണ്ണ സമയ ധനമന്ത്രിയായി ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് നിർമ്മല സീതാരാമൻ 2019-ൽ ചരിത്രം കുറിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് 9 ബഡ്ജറ്റുകൾ, 9-ാമത്തെ ബഡ്ജറ്റാണ് ഇനി അവതരിപ്പിക്കാൻ പോകുന്നത്. 9 ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് അവർ സ്വന്തമാക്കുകയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്നത് ഈ ബഡ്ജറ്റ് ഒരു ഞായറാഴ്ച ദിവസമാണ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി ഞായറാഴ്ചയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഞായറാഴ്ച കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 2014-ൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കീഴ്വഴക്കങ്ങൾ മാറിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളിൽ പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയമാണ്. മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസമൊക്കെ ആകുമായിരുന്നു പണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂഷ്യഫലം എന്നത് ഈ ബഡ്ജറ്റ് പൂർണ്ണതോതിൽ നടപ്പിൽ വരുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ 1-2 മാസങ്ങൾ കടന്നുപോയിരിക്കുമെന്നുള്ളതാണ്. ബഡ്ജറ്റ് പാസ്സാക്കി അങ്ങനെയൊക്കെ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാകുമ്പോൾ ഒരു ഏപ്രിൽ 1-ന് തന്നെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ സാധിക്കും. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ നടപ്പിൽ വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. റെയിൽവേ ബഡ്ജറ്റും അതുപോലെ തന്നെ പൊതു ബഡ്ജറ്റും രണ്ടായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇതിനെ ഒരൊറ്റ ബഡ്ജറ്റായി അവതരിപ്പിക്കുന്ന ഒരു വിഷയം വരുന്നത്. പിന്നെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരുന്ന കീഴ്വഴക്കം, അതിനുപയോഗിക്കുന്ന പെട്ടി, ഇതിലടക്കം വലിയ മാറ്റങ്ങൾ. ഇപ്പോഴിതാ പേപ്പർ ബഡ്ജറ്റ് പൂർണ്ണമായും ഒഴിവാക്കി സമ്പൂർണ്ണമായും ഡിജിറ്റൽ ബഡ്ജറ്റാണ് കഴിഞ്ഞ 4-5 തവണയായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ബഡ്ജറ്റിനും ഓരോ പ്രത്യേകതകൾ കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ ചരിത്രത്തിലാദ്യമായി ഒരു ഞായറാഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.